സുഹൃത്തുക്കളെ, ഇസ്രായേലിനെ ഇല്ലാതാക്കണമെന്ന ഖമനായുടെ പ്രസ്താവന അമേരിക്കൻ നയത്തിൽ മാറ്റം വരുത്തിയെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. മുമ്പ് പറഞ്ഞിരുന്നത് ആനുപാതിക പ്രത്യാക്രമണം മാത്രമേ നടത്താവൂ എന്നായിരുന്നു. ഇപ്പൊ അമേരിക്ക പറയുന്നത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ എന്നാണ്. പക്ഷേ ഖമനായി, അതായത് ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇസ്രായേൽ എന്നുള്ള വർഗരാഷ്ട്രം ഇല്ലാതാവേണ്ടത് തന്നെയാണ്. നെതന്യാഹു ബൈബിളിൽ അമാല കൂട്ടക്കൊലകൾ, എത്നിക് ക്ലീൻസിങ്, കൂട്ടക്കൊലകളൊക്കെ ന്യായീകരിച്ചിട്ടാണ് ജൂതന്മാരെ പ്രചോദിപ്പിക്കുന്നത്. അപ്പോൾ പാലസ്തീനിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഒരു ജൂതർക്ക് പ്രാധാന്യമുള്ള രാജ്യത്തെ കാണുക? അപ്പൊ എല്ലാവർക്കും പ്രാധാന്യമുള്ള ഒരു വർഗത്തിന്റെ പേരിലല്ലാത്ത ഒരു രാജ്യം അവിടെ ഉണ്ടാവട്ടെ, പാലസ്തീൻ എന്നുള്ളൊരു രാജ്യം ഉണ്ടാവട്ടെ. അവിടെ പാലസ്തീനിൽ വസിക്കുന്ന ജൂതനും മുസ്ലിമും ക്രിസ്ത്യാനിയും മറ്റു മതക്കാരും എല്ലാവരും അവിടെ വാഴട്ടെ. അതല്ല അതിന്റെ ശരി. എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു രാജ്യം അവിടെ ഉണ്ടാവട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഖമനായി ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയിട്ടല്ലേ ഈ വർത്തമാനം പറയുന്നത്? തീർച്ചയായിട്ടും ഖമനായി പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ ഞാൻ സംഘിയല്ല, നാസ്തിക മോർച്ചക്കാരനല്ല, എസൻസുകാരനല്ല. ഞാൻ മനുഷ്യത്വവാദിയാണ്, സമത്വവാദിയാണ്, നീതിവാദിയാണ്. തീർച്ചയായിട്ടും ഇസ്രായേൽ ഇല്ലാതാവേണ്ട ഒരു രാജ്യം തന്നെയാണ്. ഇറാൻ ഇല്ലാതാവേണ്ട ഒരു രാജ്യമല്ല. പക്ഷേ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇല്ലാതാവേണ്ടതാണ്. അവിടെ റിപ്പബ്ലിക് ഓഫ് ഇറാൻ മതി. ഇസ്ലാമിക് എന്നുള്ള സാധനം ഇല്ലാതാവണം. അവിടെ ജൂതന്മാരുണ്ട്. ജൂതനെ കൊല്ലാൻ ഇറാനിന് ഇസ്രായേൽ വരെ വരേണ്ട കാര്യമില്ല. അവിടെ തന്നെ ജൂതന്മാരുണ്ട്. അപ്പോൾ ഈ മുസ്ലിം ഉമ്മ എന്നൊക്കെയുള്ള ഖമനായിയുടെ പ്രസ്താവന അവിടുത്തെ മറ്റു മതക്കാർ, ആ മുസ്ലിങ്ങൾ എങ്ങനെയാണ് കാണുക? തീർച്ചയായിട്ടും ഇസ്ലാമിന് പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യം അതും ഇല്ലാതാവേണ്ടതാണ്. അതേപോലെ അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിൽ എന്താണ് കാര്യം? അമേരിക്കയുടെ സ്ഥലം എന്ന് പറയുന്ന എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഭൂഖണ്ഡത്തിലാണ് അമേരിക്ക ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് പോയിട്ട് ഇറാൻ അമേരിക്കയിൽ പോയിട്ട് ബേസുകൾ സ്ഥാപിച്ചിട്ടില്ല. അമേരിക്ക എന്ത് ചെയ്യണമെന്ന് ഇറാൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല, കൽപ്പിക്കുന്നില്ല. അങ്ങനെ ഈ കൽപ്പിക്കുന്ന ആളുകൾ ഇല്ലാതാവണം. അമേരിക്കൻ പപ്പറ്റുകൾ ഭരിക്കുന്ന ഏകാധിപതികൾ മിഡിൽ ഈസ്റ്റിൽ ഇല്ലാതാവണം. ഈ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇസ്രായേലിനെ പലരും അനുകൂലിക്കുന്നത് അവിടെ ജനാധിപത്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമല്ലേ? മുമ്പ് ഇറാൻ പപ്പറ്റുകൾ ഭരിക്കുമ്പോൾ, അമേരിക്കൻ പപ്പറ്റുകൾ ഭരിക്കുമ്പോൾ, ഏകാധിപതി ഭരിക്കുമ്പോൾ ഇസ്രായേലുമായിട്ട് ഏറ്റവും സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന രാജ്യമാണ് ഇറാൻ. അവിടെ ജനാധിപത്യം വന്നപ്പോൾ നേരെ തിരിച്ചായി ഏറ്റവും ശത്രുതയുള്ള രാജ്യമായിട്ട് അത് മാറി. അപ്പോൾ ജനാധിപത്യത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യം വരുമ്പോൾ ഇവിടെ ഭൂരിപക്ഷമുള്ള മതതീവ്രവാദികൾ അധികാരത്തിൽ വരും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹൈന്ദവ മതതീവ്രവാദികളായ സംഖ്യകൾ ഭരിക്കുന്നത്. കാരണം ഭൂരിപക്ഷം ഹിന്ദുക്കളും അവർക്ക് അനുകൂലമാണ്. ഇതേപോലെ തന്നെയാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലും. ഇതേപോലെ തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലുള്ളത്. ഈജിപ്തിൽ ജനാധിപത്യം വന്നു കഴിഞ്ഞാൽ, മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജനാധിപത്യം വന്നു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് ഭീഷണിയാണ്. അപ്പോൾ യുദ്ധം അത്ര സിമ്പിളായിട്ട് തീരില്ല. ഇത് വമ്പൻ അടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് അവസാനം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ള തരത്തിലേക്ക് നീങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ യുദ്ധം ലോകത്തെ മൊത്തം ബാധിക്കും. എണ്ണപ്പാടങ്ങളിൽ ആക്രമിക്കുമെന്നാണ് പറയുന്നത്. ലോകത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ എനർജി, ഊർജത്തിന്റെ കലവറയാണ് മിഡിൽ ഈസ്റ്റ്. അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവട്ടെ. വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് ഇവരോട് യുദ്ധം ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ യുദ്ധം ഒരു ജനാധിപത്യ മതേതര സമത്വ രാഷ്ട്രം മധ്യേഷ്യയിൽ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിൽ ഉണ്ടാവട്ടെ. എല്ലാവരും ഒരുപോലെ വിവേചനമില്ലാതെ അവിടെ താമസിക്കട്ടെ, സ്വാതന്ത്ര്യവും സമത്വവും ആസ്വദിക്കട്ടെ. അത് സ്ത്രീകളായാലും പുരുഷനായാലും അതല്ലാത്തവരായാലും എല്ലാവരും അത് ആസ്വദിക്കാൻ കഴിയട്ടെ. അതെന്ന് പറഞ്ഞാൽ സമത്വവും എല്ലാം മനുഷ്യനുള്ള എനിക്ക് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും മറ്റുള്ളവരും അനുഭവിക്കണം എന്നാണ് അതിൻ്റെ ഒരു പോയിന്റ്. എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ. ഇന്നലെ ഒരു യസീദി പെൺകുട്ടിയെ ഗസയിൽ നിന്നും കിട്ടിയെന്ന് പറയുന്നു. അത് ഐസിൽ തീവ്രവാദികൾ, ഐസിലിനെ ഉണ്ടാക്കിയിട്ടുള്ളത് അമേരിക്ക സദ്ദാം ഹുസൈനെ ഇല്ലാതാക്കിയപ്പോൾ ഉണ്ടായി വന്നിട്ടുള്ള ഒരു സാധനമാണ് ഐസിൽ. ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലപ്പത്ത് തന്നെ മൊസാദ് ചാരനുണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ എന്തായാലും അടിമത്തം ക്രിസ്ത്യൻ മതഗ്രന്ഥത്തിലുണ്ട്, ജൂത മതഗ്രന്ഥത്തിലുണ്ട്, ഇസ്ലാം മതഗ്രന്ഥത്തിലുണ്ട്. ഈ 3 മതഗ്രന്ഥങ്ങളിലും ഈ അടിമയാക്കുക എന്നുള്ളത് അവരുടെ യുദ്ധ സ്ട്രാറ്റജിയാണ്. ഇന്നാണത് പ്രാകൃതമായിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നബി ചര്യയാണ്, യേശു ചര്യയാണ്, മോശ ചര്യയാണ്. അപ്പൊ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പാലസ്തീൻ പോരാട്ടങ്ങളെ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. തെറ്റാണ്. പാലസ്തീനികളുടെ ഗതികേടാണ് ഈ ഇങ്ങനെയുള്ള തീവ്രവാദികളെ ആശ്രയിക്കേണ്ടി വരുന്നതും തീവ്രവാദത്തെ ആശ്രയിക്കേണ്ടി വരുന്നതും. ആ ഗതികേട് ഇല്ലാതാവണം. എന്തായാലും യസീദി പെൺകുട്ടി അവരുടെ സ്വദേശമായ ഇറാഖിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ അവരെ തടവിലിട്ട ആ നരാധമൻ നബിയുടെ ചര്യ അല്ലെങ്കിൽ ബൈബിളിന്റെയും ഖുർആന്റെയും തോറയുടെയും ഒക്കെ ചര്യ പിൻപറ്റിയ ആ മഹാൻ ചത്തുപോയിട്ടുണ്ട്. യുദ്ധങ്ങളിൽ ഇങ്ങനെയുള്ള കുറച്ച് നല്ല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ശരി.